നമ്മുടെ ടൊവിനോ തോമസിൻ്റെ പള്ളിച്ചട്ടമ്പി സിനിമയുടെ നമ്മുടെ പൃഥ്വിരാജ് ഒരു ക്യാമിയോ റോൾ എത്തുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ക്യാമിയോ റോളിൻ്റെ പുതിയൊരു വീഡിയോയും അവിടെ പോസ്റ്ററും പുറത്തു വിട്ടിട്ടുണ്ട്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമ കുറിച്ച് അഭിപ്രായം അറിയിക്കുക. അവിടെ തന്നെ നമ്മുടെ വാഴയ്ക്ക് 3ാം ഭാഗം ഉണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. ബയോപിക് ഓഫ് ബില്യൺ ഗേൾസ് എന്നാണ് സിനിമയുടെ പേര്. അപ്പം നേരത്തെ എല്ലാം നമ്മുടെ പയ്യന്മാരെ കുറിച്ചുള്ള സിനിമയായിരുന്നു, ഇപ്പം ഗേൾസിനെ കുറിച്ചുള്ള സിനിമയാണ് വാഴ 3 എന്ന് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജയറാമേട്ടനും കാളിദാസ് ജയറാമും ഒന്നിച്ച് അഭിനയിച്ച സിനിമയിലുള്ള ആശകൾ 1000 എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് നടന്നിട്ടുണ്ട്. C5 വഴിയാണ് സിനിമയുടെ OTT റിലീസ് നടന്നിട്ടുള്ളത്. അപ്പോൾ സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് C5 വഴി സിനിമ കാണാവുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വിഷയത്തിയ ആപ് കൈസേ ഹോ സിനിമ ഇപ്പോൾ സൈന പ്ലേ വഴി റിലീസ് നടത്തിയിട്ടുണ്ട്. അപ്പം സിനിമയ്ക്ക് വേണ്ടിയുള്ളവർക്ക് സിനിമ സൈന പ്ലേ വഴി കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദിയിൽ നിന്നും മാഡ്ക കിങ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് പ്രൈം വീഡിയോ റിലീസ് നടത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സീരീസ് ആയിട്ട് തോന്നി കണ്ടപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് പ്രൈം വീഡിയോയിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നിവിൻ പോളി പ്രധാന വിഷയത്തിയ സിനിമയായിരുന്നു പ്രതിച്ഛായ. സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു. എന്നാലും സിനിമയുടെ OTT റിലീസ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. ജിയോ സ്റ്റാറാണ് സിനിമയുടെ OTT റൈറ്റ്സ് വാങ്ങിച്ചുള്ളത്. ഈ വരുന്ന ഏപ്രിൽ 24-ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി സിനിമ റിലീസ് നടത്തുന്നു. അതുപോലെ തന്നെ ദു ദീവാനെ സഹർ മെയിൻ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോൾ സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് നെറ്റ്ഫ്ലിക്സ് വഴി സിനിമ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പവൻ കല്യാണിൻ്റെ ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറയുന്ന മറ്റൊരു മൂവിയും നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ട്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷയിലുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മൂവി അപ്ഡേറ്റ്. അടുത്തൊരു മൂവി അപ്ഡേറ്റുമായി അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.